KSRTCക്ക് നൽകാനുള്ള വാറന്റ് കുടിശ്ശിക പോലീസ് ഇനിയും കൊടുത്തു തീർത്തിട്ടില്ല. വാറന്റിനത്തിൽ ഇനി നൽകാനുള്ളത് 12 ലക്ഷത്തോളം രൂപയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KSRTC. അപ്പോഴാണ് ഇത്തരം പണം പോലും ലഭിക്കാത്ത അവസ്ഥയുള്ളത്. സമാന്തര സർവീസ് നിയന്ത്രണത്തിനുള്ള തുക ഈടാക്കിയതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉത്തരവ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. പ്രജിത്ത്, KSRTCക്ക് പറയാനുള്ളത് എപ്പോഴും നഷ്ടത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇത്തരം ചെറിയ തുകയാണ് 12 ലക്ഷം രൂപ KSRTC സംബന്ധിച്ച്, എന്നാൽ പോലും അതുപോലും ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയേണ്ട അവസ്ഥയിലേക്ക് KSRTC എത്തിയിരിക്കുന്നു അല്ലേ? ഉമേഷ്, പരാതി പറയുന്നതിനപ്പുറത്തേക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2017 മുതൽ 19 വരെ KSRTCക്ക് സമാന്തരമായി നടത്തുന്ന സർവീസുകൾ നടത്തുന്ന വാഹനങ്ങളെയും അല്ലെങ്കിൽ അത്തരം സർവീസുകൾ നടത്തുന്ന ആളുകളെയും ഒക്കെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ സഹായത്തോടെ KSRTC ചില സ്ക്വാഡുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ അടക്കം ഉത്തരവ് പുറത്തിറക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സ്ക്വാഡുകളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ പിന്നീട് ഈ സ്ക്വാഡുകൾക്ക് KSRTC തന്നെ പണം നൽകണമെന്ന ആവശ്യം വരുന്നു. ഈ ആവശ്യം സത്യം പറഞ്ഞാൽ KSRTC സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധാരണഗതിയിൽ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ വിഷയത്തിൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ കേരള പോലീസ് അതിന് ചെയ്ത ഒരു നടപടി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. കാരണം ഈ പോലീസുകാർ വിവിധ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വാഹനങ്ങളിൽ KSRTC വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതികളെ കൊണ്ടുപോകുമ്പോഴൊക്കെയുള്ള നൽകുന്ന വാറന്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ വാറന്റ് ഇനത്തിൽ നൽകുമ്പോൾ ഈ യാത്രയ്ക്കും മറ്റും KSRTCക്ക് അങ്ങോട്ടേക്ക് പോലീസ് പണം നൽകേണ്ടതുണ്ട്. അതിനായി വർഷങ്ങളായി അത്തരം തുകകൾ നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു. അത് ഏതാണ്ട് 24 ലക്ഷം രൂപയോളം അത്തരത്തിൽ നൽകാനുണ്ടായിരുന്നു. ഈ പണത്തിൽ നിന്നാണ് KSRTCക്ക് ഈ സമാന്തര സർവീസിൽ നിന്നുള്ള പണം ഈടാക്കാൻ സ്വീകരിച്ച ആ നടപടി KSRTCക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ തുക കുറച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതായത് 24 ലക്ഷം രൂപ KSRTCക്ക് നൽകാനുള്ളപ്പോൾ അതിൽ നിന്നും പോലീസ് നൽകാനുള്ള 11 ലക്ഷത്തോളം രൂപ അങ്ങ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈ 12 ലക്ഷം രൂപ അത് എപ്പോൾ നൽകുമെന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത നൽകുന്നില്ല. ഉമേഷ് മുൻപ് സൂചിപ്പിച്ചതുപോലെയാണ് നിത്യച്ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന, പലപ്പോഴും അടച്ചുപൂട്ടണം എന്ന് പോലും ആവശ്യങ്ങൾ ഉയരുന്ന രീതിയിലേക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനത്തെ കേരള പോലീസ് പോലെയുള്ള ഒരു സംവിധാനം അത് കൂടുതൽ പിഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTC ജീവനക്കാരുടെ സംഘടനകൾക്കിടയിലുമൊക്കെ ഇതിനെതിരെ ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും നടപടിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകളും ചർച്ചകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാറന്റ് തുക അത് ഉടൻ കൊടുത്തു തീർക്കണം എന്നുള്ളടക്കമുള്ള സമ്മർദ്ദം ആഭ്യന്തര വകുപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പും ഗതാഗത വകുപ്പും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഉമേഷ്.